നമസ്കാരം. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ ഇടപാടുകളിൽ വലിയ സുതാര്യതയുണ്ട് എന്ന് മാത്രമല്ല, വലിയ പ്രതിരോധ ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ആയുധപ്പുര നിറയ്ക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു സംഭാവന നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് ആവശ്യമായ ആയുധങ്ങൾ ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ ആയുധ സംഭരണം അല്ലെങ്കിൽ ആയുധ ശേഷി, അതിൻ്റെ കരുത്ത് എല്ലാം ഒരു സമയബന്ധിതമായ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടായതുമായിരുന്നില്ല. ചൈനയും പാകിസ്ഥാനും എല്ലാം ആ രംഗത്ത് കുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്ക് അല്പം പുറകോട്ടടി ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ സേനയെ ആയുധവൽക്കരിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും ഇന്ത്യ കരുത്താർജിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആയുധ കയറ്റുമതിയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. കയറ്റുമതിയും ഉൽപ്പാദനവും നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇറക്കുമതി, പ്രതിരോധ രംഗത്തെ ആയുധ ഇറക്കുമതി നടക്കുന്നില്ല എന്ന ഒരു സാഹചര്യവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാട്, പ്രതിരോധ കരാർ ഈ വരുന്ന ഏപ്രിൽ 28 രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവയ്ക്കുകയാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവയ്ക്കുകയാണ്. 26 റഫാൽ വിമാനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. മറൈൻ വിമാനങ്ങളാണ്, റഫാൽ മറൈൻ വിമാനങ്ങളാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. പ്രതിരോധ കരാറിലാണ് ഏപ്രിൽ 28 ഒപ്പുവയ്ക്കുക. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കരാർ ഒപ്പുവയ്ക്കൽ ഇന്ത്യയിലാണ് നടക്കുന്നത് എങ്കിൽ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനത്തായിരിക്കും ഇത്തരം ഒപ്പുവയ്ക്കൽ ചടങ്ങുകളൊക്കെ നടക്കുക. ഇത് പ്രതിരോധ വകുപ്പിന് പുറത്ത് നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 28 ഇത് ഒപ്പുവയ്ക്കണം ഫ്രഞ്ച് സർക്കാരിൻ്റെ പ്രതിനിധികൾ. ഒരുപക്ഷെ ഒരു ഫ്രഞ്ച് മന്ത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ്, അതായത് പ്രതിരോധ കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 9 ഈ പ്രതിരോധ കരാറിന് അന്തിമ അനുമതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കരാർ ഒപ്പുവയ്ക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാട് അല്ലെങ്കിൽ പ്രതിരോധ കരാറിനാണ് ഏപ്രിൽ 28 സാക്ഷ്യം വഹിക്കുക. ഈ വാങ്ങുന്ന 26 റഫാൽ വിമാനങ്ങൾ ഘടിപ്പിക്കുക അല്ലെങ്കിൽ അത് വിന്യസിക്കുക INS വിക്രാന്തിലായിരിക്കും. അതിനോടകം തന്നെ MiG-29K ഫ്ലീറ്റുകൾ അവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റഫാൽ വിമാനങ്ങളും പ്രവർത്തിക്കും. 36 വിമാനങ്ങൾ ഇതിനോടകം തന്നെ ആദ്യ റഫാൽ ഡീലിൽ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അത് ഇന്ത്യൻ വ്യോമസേനയ്ക്കാണ് ഈ 36 വിമാനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ 26 വിമാനങ്ങൾ കൂടി വരുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് അത്യാധുനിക വിമാനങ്ങളുടെ, അതായത് റഫാൽ വിമാനങ്ങളുടെ 62 എണ്ണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഇന്ത്യ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ വലിയ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രതിരോധ കരാറിലൂടെ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് മറ്റൊരു കരുത്തായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.